അതിപ്പോഴോ CPM കൊണ്ടുവന്നിരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ പിന്നെ ഒരു കൂക്കുവിളിക്കില്ല. മര്യാദയാണ്. അവിടുത്തെ MLA ചടങ്ങിന് ക്ഷണിച്ചിട്ട് MLA വരുമ്പോൾ പാർട്ടിക്കാരെ കൊണ്ട് കൂക്കുവിളിപ്പിക്കുന്ന ശുദ്ധ മര്യാദകളാണ്. അത് ഞങ്ങൾക്കും വേണമെങ്കിൽ നാളെ ഒരു 50 പേരെയോ 100 പേരെയോ കൂട്ടിക്കൊണ്ടുപോയി CPMന്റെ MLAയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ കൂക്കി വിളിക്കുക. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ നടത്തിയ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ കൂടി പണമുണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങൾ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ കൊടുത്ത പണമുണ്ട് അതിൻ്റെ അകത്ത്. സിദ്ദീഖ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ കൊടുത്തൊരു പണമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു MLA അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് നാളെ 50 പേരെ കൂട്ടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കൂക്ക് വിളിക്കുക. അതൊന്നും മര്യാദയല്ല. ഞങ്ങളത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. അത് മര്യാദകേടാണ് ചെയ്തിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയാണത് മാപ്പ് പറയേണ്ടത്. ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളുടെ സർവേകളിലൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ സ്വയം ചുവരൊക്കെ എഴുതി അവർ പ്രചാരണം കാര്യമായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ BJPയുടെ പെർഫോമൻസിൽ എന്താ വരുന്നത്? അല്ല, അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ 1-2 സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞതാണ്. ഒന്നും കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പാലക്കാട് MLA പാലക്കാട് MP തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. അപ്പം അവിടെ ഇപ്പോഴുള്ള സിറ്റിംഗ് MLA തന്നെ തുടരാൻ എന്തെങ്കിലും ചർച്ച? അല്ലല്ല, അവർ തമ്മിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ. ഞങ്ങൾ അടൂര് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ അടൂര് അദ്ദേഹം ഒരാളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് യാദൃച്ഛികമായി കണ്ടു. ഇനി അല്ലാതെ കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാലെന്താ ഞാൻ കണ്ടാൽ സംസാരിക്കുമല്ലോ, അതിലെന്താ തെറ്റായാലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.